ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു ക്യാബേജ് തോരൻ ഉണ്ടാക്കിയാലോ. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ഇതിൻ്റെ കട്ടിങ്ങിനും പ്രിപ്പറേഷനും വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലെസ് ദൻ 10 minutes. എനിക്ക് യൂഷ്വലി കുക്കിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ആവുന്നത് വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എസ്പെഷ്യലി എന്തെങ്കിലും തോരനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്യണ്ടേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. സോ നമ്മുടെ ക്യാബേജ് എല്ലാം ഒരു മീഡിയം സൈസിലായിട്ട് കട്ട് ചെയ്യുക. ആൻഡ് ഹിയർ കംസ് എ പ്രോഡക്റ്റ്. ഒരു വെജിറ്റബിൾ ചോപ്പർ യൂസ് ചെയ്യുക. ഇതിലേക്ക് എല്ലാം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊടുക്കുക. ക്രഷിങ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചമ്മന്തി പോലെയാവും. അപ്പോൾ നമുക്കത് അത്ര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യില്ല. ജസ്റ്റ് ഇങ്ങനെ പൾസ് ചെയ്ത് ഒരു 2-3 ടൈംസ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ക്രഞ്ചി ആയിട്ടുള്ള സൈസിൽ തന്നെ കിട്ടും കേട്ടോ. ഇത് നമുക്ക് ക്യാബേജിന് മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾസും ഇതിലിട്ട് നമുക്ക് ചോപ്പ് ചെയ്യാൻ പറ്റും. ഞാനിതിൽ ബീട്രൂട്ട്, ക്യാരറ്റ് അങ്ങനെയുള്ളതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. കോവയ്ക്ക് വൺസ് ട്രൈ ചെയ്തു, പക്ഷെ അത് അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. സോ പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ യൂഷ്വലി ക്യാബേജ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാബേജും ഒണിയനും മുളകും കൂടി ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ ക്രഷ് ചെയ്ത് കൊടുക്കാറ്. സോ നമ്മുടെ പകുതി പരിപാടി ഇത്രയും ഈസി ആയിട്ട് തന്നെ തീർന്നു. ഇനി ഇതിന് കുക്കിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും ഉഴുന്നും ഇട്ട് പൊട്ടിക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും, പിന്നെ സ്പൈസി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, സോൾട്ടും ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് 1 minute കുക്ക് ചെയ്യുക. എനിക്ക് 1 minute കുക്ക് ചെയ്യാനാണ് ഇഷ്ടം. ബിക്കോസ് എനിക്ക് കുറച്ച് ക്രഞ്ചി ആയിട്ട് വെജിറ്റബിൾസ് കുറച്ച് റോ ആയിട്ട് ഇരിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. അത് ബേസ്ഡ് ആണ് നമുക്ക് എത്രത്തോളം കുക്ക്ഡ് ആവണം അതുപോലെ കുക്ക് ചെയ്യുന്ന അത്രയും ടൈം കൊടുക്കുക. ഇനി ഒരു 90% കുക്ക്ഡായി കഴിയുമ്പോഴത്തേനും കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് സിമ്പിൾ ക്യാബേജ് റെഡിയാക്കി കഴിഞ്ഞിട്ടു.